മൈ ബോഡി ഫോർ ദ ലോർഡ്. ശരീരം കർത്താവിനുള്ളതും കർത്താവ് ശരീരത്തിനുള്ളതുമാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതാണിത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇക്കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ശരീരം കർത്താവിനുള്ളതും കർത്താവ് ശരീരത്തിനുള്ളതുമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാം. അതിനായി ബാബു സാറിലേക്ക് തന്നെ നമുക്ക് ചെല്ലാം. താങ്ക് യു അങ്കിത. പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യമാണിത്. അപ്പൊ ഇത് വളരെ വളരെ ഡീപ്പായിട്ട് അർത്ഥമുള്ളതാണ്. പ്രത്യേകിച്ച് ശരീരത്തിന്റെ ദൈവശാസ്ത്രവുമായിട്ട് വളരെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ദൈവവചനമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ കറക്റ്റായിട്ട് നമുക്കതൊന്ന് മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ 1-2 കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ തുടർന്നുമൊക്കെ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ തിയോളജി ദ ബോഡിയിൽ കേൾക്കുമെങ്കിലും നമുക്കിതിനെല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തിനാണ് ദൈവം മനുഷ്യനൊരു ശരീരം തന്നിരിക്കുന്നത്? അപ്പൊ ഈ ചോദ്യം നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. എന്തിനാണ് ദൈവം നമുക്കൊരു ശരീരം തന്നിരിക്കുന്നത്? അപ്പൊ അതിൻ്റെ ഒരു ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത്, ദൈവം തന്നെ തന്നെ നമ്മളിലൂടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു ശരീരം തന്നിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് വീണ്ടും നോക്കുമ്പോഴേ, ദൈവം അരൂപിയാണ്, ഈസ് പ്യുവർ സ്പിരിറ്റ്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ സത്ത അല്ലെ ദൈവത്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പൊ ദൈവത്തിന് നമ്മളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ സ്നേഹം എന്നുള്ള പേര്, അത് വിശുദ്ധ യോഹന്നാനും അതുപോലെ തന്നെ മതബോധന ഗ്രന്ഥത്തിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം സ്നേഹമാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ ഒരു ഡിഫ്യൂസീവായിട്ടുള്ള ഒരു നേച്ചറാണ് സ്നേഹത്തിനുള്ളത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, സ്നേഹം ഒരിക്കലും സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയല്ല. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ബബ്ലിങ് നേച്ചർ ഉള്ളതാണ്. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാനും പങ്കുവയ്ക്കപ്പെടുവാനും വെളിപ്പെടുത്തുവാനും ആഗ്രഹിക്കുക. അപ്പൊ ഈ സ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ദൈവം, വീണ്ടും നമ്മളെ പരിശുദ്ധ ത്രിത്വത്തിന്റെ നേച്ചറൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം ഒരു ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് ആണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദേ ആർ എ ഫാമിലി, ഒരു ഫാമിലിയാണ്. ഇത് ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. അവര് ദൈവിക വ്യക്തികളാണ്, അൺക്രിയേറ്റഡ് പേഴ്സൺസ്. ഇതൊക്കെ നമ്മുടെ തിയോളജിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പൊ ഈ സ്നേഹം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ ഹൃദയത്തിൽ നിന്ന് അത് പുറത്തേക്ക് വരാൻ എപ്പോഴും ഇങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ ആ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ദൈവം നമുക്ക് ശരീരം തന്നുകൊണ്ട് എന്താണ് ഈ അദൃശ്യമായ രഹസ്യം, ഈ സ്നേഹത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒഴുക്ക്, അതിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാകുവാനായിട്ട്. കാരണം സ്നേഹം ദൈവമായതുകൊണ്ട് നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിന് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വലിയ രഹസ്യം നമ്മുടെ ഈ ശരീരത്തിൽ സ്റ്റാമ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചോദിച്ചൊക്കെ, എന്തിനാ ഇത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യുന്നത്? കാരണം ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഇന്ന് നമ്മൾ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെ പറയുകയുണ്ടായി, ദ കൾച്ചർ ഓഫ് ഡെത്ത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കൾച്ചർ, ദ കൾച്ചർ ഓഫ് ഓൾ ദ ഇസംസ്. അതായത് ആണും പെണ്ണും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈവൻ ഫിസിക്കൽ ഐഡന്റിറ്റി പോലും ജെൻഡർ ഐഡിയോളജിയുടെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂസിങ് കാലത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആരാണ്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം, എവിടേക്കാണ് ഞാൻ പോകുന്നത്, എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ
ഈ സ്നേഹം അനുഭവിക്കുവാൻ ചെയ്യേണ്ടത് തുടങ്ങിയ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുവാനും, അതുപോലെ ഈ ദൈവസ്നേഹത്തിൻ്റെ അനന്തതയിലുള്ള ഈ ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു ചെറിയ തരി സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ച് അങ്ങനെ സന്തോഷമായി ഈ ലോകത്തിൽ ജീവിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ ശരീരം നൽകി ഈ ദൈവസ്നേഹത്തിൻ്റെ തീവ്രമായി പുറത്തേക്കൊഴുകുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ രഹസ്യം നമ്മുടെ ശരീരത്തിലെ, സ്ത്രീയുടെ ശരീരത്തിലെ, പുരുഷന്റെ ശരീരത്തിലെ അവിടെ മറച്ചു വെച്ചിരിക്കുന്നത്, സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, ശരീരത്തിന് മാത്രമേ അദൃശ്യമായതിനെ, അതായത് ദൈവികവും ആത്മീയവുമായതിനെ ദൃശ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ പരിശ്രമിക്കുന്നത്. അനാദികാലം മുതൽ ദൈവത്തിൽ നിഗൂഢമായിരുന്ന ഈ രഹസ്യം ദൃശ്യ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയാണ് ദൈവം ശരീരത്തെ സൃഷ്ടിച്ചത്. അങ്ങനെ ദൈവത്തിൽ ശാശ്വതമായി നിലകൊള്ളുന്ന ഈ നിഗൂഢമായ രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരു അടയാളമാണ് നമ്മുടെ ശരീരം. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഡിഗ്നിറ്റിയുടെ ഫൗണ്ടേഷൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇന്നത്തെ യൂസ് ആൻഡ് ത്രോ കൾച്ചറിൽ നമ്മുടെ ശരീരത്തിന് വലിയ വിലയൊന്നുമില്ല. നമ്മുടെ ശരീരം നമ്മൾ ചിന്തിക്കുന്നതിലും അങ്ങേയറ്റം വിലയുള്ളതാണ്. എന്നാൽ നമുക്കിനിയും ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് പൗലോസ് ലീഗ ഇത് പറഞ്ഞത്? ഈ ഒരു രഹസ്യം പൗലോസ് ലീഗ അത് തൻ്റെ ലേഖനങ്ങളിൽ, തൻ്റെ പഠനങ്ങളിൽ അവിടുന്ന് അത് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഗ വളരെ വ്യക്തമായി പറയുന്നു, ഈ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചുള്ള ആ ഒരു അറിവും ആ ബന്ധവും നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ പൗലോസ് ലീഗ പറയുന്നത്, നമ്മുടെ ഈ ശരീരത്തിൽ ദൈവം സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഈ വലിയ രഹസ്യം അത് എന്തിനെയാ സൂചിപ്പിക്കുന്നതെന്നറിയാവോ? ക്രിസ്തുവിനെയും സഭയെയും. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വന്ന് അവർ ഒരേ ശരീരമായി ദൈവസ്നേഹം പങ്കിടുമ്പോൾ, അവരുടെ ശരീരം ദൈവസ്നേഹത്തിൽ പങ്കിടുമ്പോൾ അവർ ക്രിസ്തുവിനെയും സഭയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസ് ലീഗ എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വളരെ സുപരിചിതമായ ഭാഗങ്ങൾ ആണത്. അപ്പൊ അതുകൊണ്ട് പൗലോസ് ലീഗ പറയാ, നമ്മുടെ ശരീരം കർത്താവിനുള്ളതാ. നമ്മുടെ ഈ ശരീരം കർത്താവിനുള്ളതും കർത്താവ് ശരീരത്തിനുള്ളതുമാണ്. കാരണം അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജീവന്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ സന്തോഷമില്ലായ്മയിലും വിരസതയിലും ഫ്രസ്ട്രേഷനിലും ഡിപ്രഷന് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ അടിമപ്പെട്ടുകൊണ്ട് ജീവിതം തന്നെ മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ കൾച്ചറിൽ പൊതുവെ. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വാക്യം വലിയ അർത്ഥം തരുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ ഈ തട്ടിയും മുട്ടിയും കഷ്ടപ്പെട്ട് സന്തോഷത്തിന് വേണ്ടി അതും ചെയ്ത് ഇതും ചെയ്ത് ജീവിക്കേണ്ടവരല്ല. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ആ സ്നേഹത്തിൻ്റെ ഒഴുക്കിൽ ആ സ്നേഹം പങ്കിട്ടുകൊണ്ട് ഈ ലോകത്തിൽ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, നമ്മൾ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മരണശേഷം ഈ വലിയ സ്നേഹത്തിൽ നമ്മൾ പങ്കുകാർ ആകുമ്പോഴാണ്. അതിനെയാണ് നമ്മൾ സ്വർഗമെന്നൊക്കെ വിളിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും, നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങൾക്കുമുള്ള അതിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ കോംപ്ലിക്കേഷൻസും കോംപ്ലക്സ് ആയിട്ടുള്ള അതിൻ്റെ നേച്ചറൊക്കെ വെറും ബയോളജി തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രഹസ്യം ഇത്ര ഡീപ്പാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദൈവം എന്തിന് നമ്മളെ ശരീരം തന്ന് സൃഷ്ടിച്ചു? ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളൊക്കെ നമുക്ക് എന്തിനു തന്നു? നമുക്കിപ്പം ടേസ്റ്റ് ബഡ് അല്ലെങ്കിൽ പ്ലഷർ, ഇതെല്ലാം ദൈവം തന്നതാ. അതിനെ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇതെല്ലാം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഇൻഫിനിറ്റ് എക്സ്റ്റസി ഉണ്ടല്ലോ, ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് എന്ന് പറയുന്നല്ലോ. ഒരിക്കലും തീരാത്ത സ്നേഹത്തിന്റെ ഒഴുക്കില് നമ്മളെ ചെന്ന് പെടുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു ചെറിയ മുന്നാസ്വാദനമായിട്ടാണ് ഈ ലോകത്തിലുള്ള പലതിനെയും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാത്തിനെയും നമുക്ക് തന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങള്, നമ്മുടെ സെൻസസ്, നമ്മുടെ ടേസ്റ്റ് ബഡ്, നമുക്ക് കിട്ടുന്ന പ്ലഷേഴ്സ്. അപ്പൊ ഇതൊക്കെ നമ്മളെ അനുഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാ. നമ്മുടെ ശരീരത്തിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ സ്വർഗത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴും ഈ ശരീരത്തിലൂടെ തന്നെയാണ് ഇറ്റേണൽ എക്സ്റ്റസി നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ കൂടെ ക്ലിയർ ആയി. അപ്പൊ നമ്മൾ ഇവിടെയും ശരീരത്തിലൂടെ എല്ലാം നമ്മൾ അനുഭവിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഗ്ലോറിഫൈഡ് ബോഡിയാണ് കിട്ടുന്നത്, ഡിവിനൈസ്ഡ് ബോഡി, എ കംപ്ലീറ്റഡ് ബോഡി ഇൻ ദ ഡിവിനിറ്റി. അപ്പൊ ഈ ഒരു ശരീരത്തിലൂടെയാണ് ഈ ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ്, ഈ വലിയ എക്സ്റ്റസി നമ്മൾ അവിടെ അനുഭവിക്കുന്നത്. അപ്പൊ ശരീരം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ശരീരത്തിലൂടെ തന്നെയാണ് പരിശുദ്ധ തൃത്വത്തിലെ ആനന്ദം അനുഭവിക്കുവാൻ ദൈവം പദ്ധതിയിട്ടത്. ഈ കാരണം നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും, ഓ, എൻ്റെ ശരീരം ദൈവത്തിനുള്ളതും ദൈവം ശരീരത്തിനുള്ളതുമാണ്. അപ്പൊ ഈ ശരീരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻകാർണേഷനെ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യുക. ദൈവം തന്നെ മനുഷ്യനായി ഈ ലോകത്തിലെ മനുഷ്യന്റെ രൂപം സാദൃശ്യമെടുത്ത് വന്നു. എന്താണ്? ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷന്റെ രൂപത്തിൽ ദൈവം ഈ ലോകത്തിൽ വന്നു. അപ്പൊ സ്ത്രീയും പുരുഷനുമായി ജനസിസ് 1:27 നമ്മൾ കാണുന്നു, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതി, നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള പദ്ധതി, അതില് ആവിഷ്കരിച്ചിരിക്കുന്നതായ ഈ വലിയ സ്വർഗീയ രഹസ്യം, ഇതിൻ്റെയൊക്കെ പിന്നില് ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. അതായത് ആദ്യം മുതൽ തന്നെ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതായിരുന്നു. പലപ്പോഴും നമ്മൾ തിയോളജി പഠിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ മനുഷ്യ അവതാരം, ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്ലാൻ ബി അല്ലായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട. ദൈവത്തിൻ്റെ പ്ലാൻ ബി അല്ലായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന ഒരു പദ്ധതി തന്നെയാണ് മനുഷ്യാവതാരം. തൻ്റെ മഹത്വം മാംസം ധരിക്കണമെന്ന് ആദ്യം മുതൽ തന്നെ ദൈവം തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത് കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. സ്ത്രീയിൽ നിന്ന് അവിടുന്ന് പുരുഷന്റെ രൂപത്തിൽ ഈ ലോകത്തിൽ വന്നു. അങ്ങനെ സ്ത്രീത്വവും പുരുഷത്വവും ഒന്ന് ചേർന്നാണ് ദൈവത്തിൻ്റെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തന്നത്. മാസ്കുലിനിറ്റി ആൻഡ് ഫെമിനിനിറ്റി. അപ്പൊ ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇൻകാർണേഷൻ സംഭവിച്ചത്. സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷന്റെ രൂപത്തിൽ ഇതാ ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ സമയത്തിന്റെ പൂർണ്ണതയില് ദൈവം തൻ്റെ പുത്രനെ ഒരു സ്ത്രീയിൽ നിന്നും ജാതനാവാൻ, പുരുഷരൂപത്തിൽ ജനിക്കുവാൻ ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരമാണ് അവൻ്റെ വാസസ്ഥലമായി ദൈവം വിഭാവനം ചെയ്തത്. അപ്പം പുരുഷന്റെ ശരീരം പുരുഷരൂപത്തില് ആ ഒരു ഫാദർലി ഗോഡ്ലി ഒരു നേച്ചർ പുരുഷന്റെ രൂപത്തിലും പുരുഷന്റെ മാസ്കുലിനിറ്റിയിലും സ്റ്റാമ്പ് ചെയ്തു. അതുപോലെ തന്നെ സ്ത്രീയെ അവൻ്റെ വാസസ്ഥലമാക്കി ദൈവം വിഭാവനം ചെയ്തു. അപ്പൊ ഏത് സ്ത്രീയുടെയും ശരീരം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശരീരം ഭൂമിയിലെ സ്വർഗമായെന്നും ആ അത്യുന്നതനായ ദൈവം അവിടെ വാസം ചെയ്തെന്നും നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഏത് സ്ത്രീയുടെയും ശരീരം ഒരു വാക്കിംഗ് ടബർനാക്കിളാണ്. ഇന്ന് സ്ത്രീകൾക്കെതിരെയുള്ള എന്ത് തിന്മകളും എന്ത് തരത്തിലുള്ള അക്രമങ്ങളും ഇതെല്ലാം ഈ സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ പശ്ചാത്തലത്തിലുണ്ടാകുന്നത്. അപ്പോൾ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവ വിഭാവനം ചെയ്ത രീതിയിൽ
സ്ത്രീ എന്ന് പറഞ്ഞാല് ദൈവം വസിക്കുവാൻ ഇതാ ഏറ്റെടുത്ത ഒരു ടബർനാക്കൾ, ഭൂമിയിലെ ടബർനാക്കൾ. പരിശുദ്ധ അമ്മയുടെ ആ ഒരു യെസ് പറച്ചിലിലൂടെ എല്ലാ സ്ത്രീകളുടെയും ശരീരം ദൈവത്തിനുള്ള വാസസ്ഥലമായി മാറി. അപ്പോൾ ഒരു പുരുഷന്റെ ശരീരം, ഞാൻ വീണ്ടും അത് ഒന്നുകൂടെ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയുകയാണ്. ഒരു പുരുഷന്റെ ശരീരം ദൈവത്തിന്റെ പിതൃത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാ. സ്ത്രീയുടെ ശരീരം ദൈവത്തിന്റെ വാസസ്ഥലം പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ. എത്ര മനോഹരമാണല്ലേ! എത്ര മനോഹരമാണ് നമ്മളെ പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ ശരീരവും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജസ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ ശരീരവും തോന്നും. പരസ്പരം ഉപയോഗിക്കുവാനും പരസ്പരം സ്വയം അവരവന്റെ വികാര വിചാരങ്ങൾക്കുള്ള ഒരു ഉപാധിയായി, അതിൻ്റെ ശമനത്തിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായി പലപ്പോഴും സ്ത്രീയുടെ ശരീരത്തെയും പുരുഷന്റെ ശരീരത്തെയും നമ്മൾ ഉപയോഗിക്കാനുള്ള പ്രവണത ഇന്നത്തെ കൾച്ചറിൽ കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നത് ഇത് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ ദൈവം നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തന്ന്, പൗലോസ്ലീഹ അത് മനസ്സിലാക്കി ആ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ശരീരം ദൈവത്തിനുള്ളതും ദൈവം ശരീരത്തിനുള്ളതും. ദ ബോഡി ഈസ് ഫോർ ദ ലോർഡ് ആൻഡ് ദ ലോർഡ് ഈസ് ഫോർ ദ ബോഡി. അപ്പൊ ഇത് നമുക്ക് ശരിക്കും മനസ്സിലായാൽ ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും കീ പോയിന്റ് നമുക്ക് മനസ്സിലായി എന്ന് തന്നെ പറയാം. കാരണം ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവുമെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. നമ്മുടെ ശരീരത്തിന് നമ്മൾ ചിന്തിക്കുന്നതിലും ഇതുവരെ കൊടുത്തിരുന്നതിലും അപ്പുറത്തേക്ക് ഒരു വലിയ മഹത്വമുണ്ട്, അല്ലേ അങ്കിതേ? അതല്ലേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സാർ ഇത് പറഞ്ഞപ്പോ ഞാൻ വിചാരിക്കുന്നത്, പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് അവെയർ അല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ശരീരത്തിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു മുറിവൊക്കെ വരുമ്പോഴാണ് നമ്മൾ യൂഷ്വലി കോൺഷ്യസ് ആവുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നത് പ്യോർലി സെക്ഷുവാലിറ്റിയുടെ ബേസിസിൽ മാത്രമായിരിക്കും. നമുക്ക് ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ അതിനപ്പുറം ശരീരം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീയുടെ ശരീരം ദൈവത്തിന്റെ വാസസ്ഥലത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ശരീരത്തെ ഇത്ര ഒബ്ജക്ടിഫൈ ചെയ്ത് നിസ്സാരവൽക്കരിച്ച് കാണാൻ നമുക്ക് സാധിക്കില്ല. ശരിക്കും നമ്മുടെ ലൈഫ് തന്നെ കുറേയും കൂടെ എൻറിച്ചിങ് ആകും. അതോടൊപ്പം തന്നെ എനിക്ക് സാറ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാ. കാരണം നമ്മൾ ഇനി ചെന്ന് വിലയം പ്രാപിക്കേണ്ടത് കർത്താവിലാണ്, ഈ ശരീരത്തോടു കൂടി. പക്ഷെ കർത്താവ് ശരീരത്തിന് വേണ്ടിയുള്ളതാ. കാരണം ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കർത്താവിന് നമ്മുടെ ശരീരത്തോടു കൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഈ മാലാഖമാര് പോലും നമ്മൾ അസൂയോടെ നോക്കുന്നത് ഈശോയെ ശരീരത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാലിറ്റി നമ്മൾ തിരിച്ചറിയുന്ന പോയിന്റില് നമ്മുടെ കംപ്ലീറ്റ് വേൾഡ് വ്യൂ തന്നെ മാറും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ശരീരത്തിന്റെ ദൈവശാസ്ത്രം, അതിന് അദ്ദേഹത്തിന്റെ ബയോഗ്രഫർ ആയിരുന്ന അദ്ദേഹം പറഞ്ഞത്, ജോർജ് വീഗൽ പറഞ്ഞത്, ഇത് ഈ കാലഘട്ടത്തിനും വരാനിരിക്കുന്ന കാലഘട്ടങ്ങൾക്കും ഒരു തിയോളജിക്കൽ ബോംബായിട്ട് മാറുമെന്ന്. അപ്പൊ അദ്ദേഹം സെക്ഷൽ റെവല്യൂഷന്റെ ടൈമിൽ ഇതൊരു ആന്റി ഡോട്ടായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഈ കൾച്ചർ എത്രയും നമുക്ക് പിരിമുറുകിയിരിക്കുന്ന, അതായത് മെറ്റീരിയലിസവും ഹീഡനിസവും റിലേറ്റിവിസവും ജെൻഡർ ഐഡിയോളജിയും പല ഇസങ്ങൾ ഇങ്ങനെ പിരിമുറുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്, ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കുടുംബങ്ങളിൽ, യുവതി യുവാക്കളിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. നമ്മൾ കൾച്ചറിനെ കുറിച്ച് ഒരുപാട് നമ്മൾ പരാതിപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് നമുക്ക് ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ടേമാണ്, നമുക്ക് കൾച്ചറിനെ ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇവാഞ്ചലൈസേഷൻ, ന്യൂ ഇവാഞ്ചലൈസേഷനും ഒക്കെ നമ്മൾ പല അവസരങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ഒരു ഗോളായിട്ട് നമ്മൾ മാറ്റണം. അത് ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം, അതായത് നമ്മുടെ ശരീരം എന്താണ് വെളിപ്പെടുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, എക്സാക്ട്ലി നമ്മൾ ആ റൈറ്റ് ട്രാക്കിലൂടെ പോകാൻ, അങ്കിത പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ, ബോധ്യങ്ങളിൽ മാറ്റം വരും. ഇപ്പം നമ്മളൊരു പക്ഷേയെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഇമോഷണലായിട്ടൊക്കെ തീരുമാനമെടുത്തു,
കുറച്ച് നാളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു, ഒരു നല്ല ധ്യാനം കൂടി, അല്ലെങ്കിൽ നല്ല കുറേ ടോക്കുകൾ കേട്ടു, ഇതെല്ലാം കഴിഞ്ഞു. കുറേ കഴിയുമ്പം വീണ്ടും നമ്മൾ പഴയപടിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്: ദർ ഇസ് നോ ചേഞ്ചസ്, ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ വിശ്വാസ സംഹിതകൾ, കാരണം അത്രയും പ്രഷർ നമുക്ക് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുക. അതിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ എൻ്റെ ബോധ്യങ്ങൾ, എൻ്റെ കൺവിക്ഷൻ, അതാണ് എന്നെ അതിൽ പിടിച്ചു നിർത്തുന്നത്. അത് വിശ്വാസത്തിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, എത്തിക്സിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, ഈ ലോകത്തിലുള്ള എന്ത് കാര്യമായിക്കൊള്ളട്ടെ. അപ്പം ഇത് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വിൻഡോ ആണ് ശരീരമെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഈ ലോകത്തിൽ ജസ്റ്റ് ജീവിച്ചങ്ങ് മരിച്ച്, നമ്മൾ കുറേ നാൾ ജീവിച്ച് മരിച്ച് കുറേ കാര്യങ്ങളൊക്കെ നേടി കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളവരല്ല. ദർ ഇസ് എ വിൻഡോ. ആ വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം. ഈ ശരീരം എന്ന വിൻഡോയിലൂടെ മാത്രമേ നമുക്ക് അവിടേക്ക് കടക്കാൻ പറ്റൂ. ഇതാണ് കത്തോലിക്കാ സഭ, ഇതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ശരീരം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം. അതുപോലെ തന്നെ കർത്താവ് ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു കോൺസെപ്റ്റ് അങ്കിത പറഞ്ഞ് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈശോ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല, ഇതാ പരിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ശരീരം തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ ശരീരം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളും ആ യേശുവും തമ്മിൽ അങ്ങ് ഒന്നായി തീരുകയാണ്. പിന്നെ രണ്ടല്ല, നമ്മൾ ഒന്നാണ്. ലിറ്ററലി നമ്മൾ ഒന്നാണ്. നമുക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, റിയലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. നമ്മുടെ ശരീരവും അവൻ്റെ ശരീരവും ഒന്നായിത്തീരുന്നു. അതാണ് നമ്മൾ ഇതിനകത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്കൊരു ആത്മീയമായിട്ടുള്ളൊരു അംശമല്ല. ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. ശരീരം ദൈവത്വവും മനുഷ്യത്വവും നിറഞ്ഞതായ ആ ശരീരമാണിത്. ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ വളരെ വ്യക്തമാണ്. നമ്മുടെ മുമ്പിലുള്ള എല്ലാ പഠനങ്ങളും പാതകളും വ്യക്തമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അന്ധകാരത്തിലെ വെളിച്ചത്തിന് വേണ്ടി നമ്മൾ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ വെളിച്ചം തപ്പേണ്ട സ്ഥലത്തൊന്നും നമ്മൾ തപ്പുന്നില്ല. ശരിയാണ്, നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അന്ധകാരം നിറഞ്ഞതാണ് ലോകം. പക്ഷെ അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇതിനെയൊക്കെ മായ്ക്കാൻ തക്ക വലിയൊരു പ്രകാശം, അത്രയും വലിയൊരു ഗുഡ് ന്യൂസുമായിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത്. ആ ഒരു ഗുഡ് ന്യൂസിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാം. ലോകത്തിന്റെ ഡാർക്ക്നെസ് അത് ആ വഴിക്കൊക്കെ പോട്ടെ, പക്ഷെ നമുക്ക് അതിനെയൊക്കെ കോമ്പാറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ പ്രകാശം കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്യുന്നു, കോൺടാക്ട് ചെയ്യുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.